നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഓയ് എന്താടി, നിനക്ക് ഇവിടുന്ന് ചാടി പോകാനുള്ള ആഗ്രഹമൊക്കെ തീർന്നോ? നിന്റെ പുന്നാര അച്ഛനുണ്ടല്ലോ, അഡ്വക്കേറ്റ് നന്ദഗോപൻ. അയാളിപ്പോ ആശുപത്രിയില്ല. ഓ അയ്യോ, എന്താടി നിന്റെ മുഖത്തൊരു അമ്പരപ്പ്? നിനക്കെന്താ അയാളെ ഓർമ്മ വന്നോ? നിനക്ക് നിന്റെ ഭർത്താവിനെയും കുടുംബക്കാരെയൊക്കെ ഓർമ്മ വന്നോന്ന്? ഇനി ഓർമ്മ വന്നാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ നിന്ന് നീ വെളിയിൽ പോവില്ല. ഒറ്റയടിക്ക് അയാളെ തീർക്കണമെന്ന് ഞാൻ കരുതിയത്. എല്ലാം വിചാരിച്ച പോലെ വന്നതുവാ. പക്ഷേ അയാളുടെ ആയുസിന് നല്ല ബലമാ. വെറുതെ അല്ല, എന്റെ അമ്മാവൻ ഹേമചന്ദ്രൻ പലതവണ ശ്രമിച്ചിട്ടും അയാൾ ജീവനോടെ ഇരിക്കുന്നത്. പക്ഷേ ഇത്തവണ അയാൾ ആശുപത്രിയിൽ തിരിച്ചു വരില്ല. അതിനു മുമ്പ് അയാൾ അവസാനിച്ചിരിക്കും. ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നീ എന്ത് നേടാനെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നേട്ടത്തിന് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നേന്നാണോ നീ കരുതിയേ? ഇത് മുഴുവൻ എന്റെ നഷ്ടങ്ങൾക്കുള്ള പരിഹാരം. അയാളെയും നിന്നെയും തീർത്ത് പൂജയായി ജീവിതം കഴിക്കാന്നായിരുന്നു എന്റെ വിചാരം. ഇനിയിപ്പോ നടക്കില്ലാന്ന് തോന്നുന്നു. നിന്റെ പ്രിയപ്പെട്ട അജുവേട്ടനെ കാര്യങ്ങളിലൊക്കെ ചെറിയ സംശയം തോന്നി തുടങ്ങിയെന്ന് തോന്നുന്നു. അതും മനസ്സിൽ വെച്ച് അവൻ എന്റെ അടുത്തൊരു ടോം ആൻഡ് ജെറി കളിക്ക. എന്നാ പിന്നെ കുറച്ചു നേരം ആ കളി ഞാനും കളിക്കാന്ന് വിചാരിച്ചു. അയാൾ കരുതുന്നതേ അയാൾ ടോമും ഞാൻ ജെറിയാണെന്നാ. പക്ഷേ ഈ കളി വെറും കളിയല്ലെന്നും ജെറി ടോമിനെ അവസാനിപ്പിക്കുന്നതിലേ ഒടുങ്ങൂ എന്നും അയാൾ മനസ്സിലാക്കിയിട്ടില്ലെന്ന് മാത്രം. അതിനുമുമ്പേ നീ മുദ്രപത്രത്തിൽ ഒന്ന് ഒപ്പിട്ടേക്ക്. നിന്നെ കൊന്നിട്ടായാലും നിന്റെ വിരലടയാളം ഞാൻ ഇതിൽ പതിപ്പിക്കും. അതുകൊണ്ട് വേദന കൂടുതൽ അനുഭവിക്കണ്ടെങ്കിൽ ഒപ്പിട്ടേ പറ്റൂ. ഒപ്പിടാൻ ഒപ്പിടാൻ. നിന്റെ ഈ ഒപ്പിടാൻ ഞാൻ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് കഷ്ടപ്പെട്ടതാ. ഈ പ്രമാണത്തിൽ എന്തായാലും ഒറിജിനൽ തന്നെ കിടന്നോട്ടെ എന്ന് കരുതിയാ ഞാൻ ചെയ്യിപ്പിച്ചത്. അപ്പോ എന്റെ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് അവസാനത്തെ ബൈ പറയാൻ ഞാൻ ഒരിക്കൽ കൂടി വരാം. ശരി, ഞാൻ കാത്തിരിക്കാം. നിന്നെ പോലുള്ള ആളുകൾക്ക് ബുദ്ധിയല്ല, അതിബുദ്ധിയാ കൂടുതൽ. നീ ഒപ്പിട്ട് വാങ്ങിയ ആ പത്രങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാനോ ഉദ്ദേശം? പുഴുങ്ങി തിന്നാനോ? അതോ അടിയോടെല്ലാം വാരിക്കൊണ്ടുപോവാനോ? പറഞ്ഞു കേട്ടിടത്തോളം നീ പറഞ്ഞ എന്റെ ഭർത്താവ് അജുവേട്ടൻ അത്ര പൊട്ടനാണെന്നാണോ നീ കരുതിയത്? എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്റെ പേരിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് മുഴുവൻ സേഫായിരിക്കാനുള്ള എല്ലാ കാര്യവും പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നിനക്ക് ഈ പേപ്പർ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല.
നീ പറഞ്ഞ ടോം ആൻഡ് ജെറി കളിയിലെ ടോം തന്നെ ജയിക്കും. അതെനിക്ക് ഉറപ്പാ. ഡേ നിക്ക്, നിനക്ക് എന്നെക്കാളും ബലം ഉണ്ടാവും. പക്ഷെ നീ നൽകുന്ന ഓരോ അടിയും എനിക്ക് ചിലപ്പോ ഗുണകരമായേ സംഭവിക്കൂ. മനസ്സിലായില്ല? എല്ലാ വേദനകൾക്കും ഒരു ശമനം ഉണ്ടാവില്ലേ റാണി? നീ എന്റെ ശരീരം വേദനിപ്പിക്കുമ്പോ അതെന്റെ മനസ്സിനെ സുഖപ്പെടുത്താണെങ്കിലോ? ഛേ, നിനക്കെന്താ വട്ടാണോ? നീ കാണിച്ചു കൂട്ടുന്ന വെട്ടിത്തരങ്ങൾ ഒരിക്കൽ കൂടെ റീവൈൻഡ് ചെയ്ത് ആലോചിക്ക്. അപ്പ അറിയാം ആർക്കാണ് വട്ടെന്ന്. നിനക്കെന്നെ തല്ലാം, കൊല്ലാൻ ശ്രമിക്കാം. പക്ഷേ അവസാനം തോൽക്കാൻ പോകുന്നതേ നീ തന്നെയായിരിക്കും. അതെനിക്ക് ഉറപ്പാ. എന്റെ മുന്നിലല്ല, സാക്ഷാൽ ദൈവത്തിന്റെ മുന്നിൽ. എടിയടി, എന്റെ ദൈവം ഞാൻ ജനിച്ചതിന്റെ അന്ന് മരിച്ചുപോയതാ. അതുകൊണ്ട് ഈ കളിയിൽ എങ്ങനെ ജയിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നന്ദഗോപന്റെ ആരാ ഉള്ളത്? പേഷ്യന്റ് കണ്ണു തുറന്നു കേട്ടോ. കുറച്ചുനേരമായി. ഇപ്പൊ സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അകത്തേക്ക് ചെന്നോളൂ. ആന്റി ചെല്ല്. എന്താടോ ഇത്? താനെന്തിനാ കരയുന്നേ? എനിക്കൊന്നും പറ്റില്ലല്ലോ. മാഡം, പേഷ്യന്റിന്റെ മുന്നിൽ കരഞ്ഞ് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കല്ലേ. അവള് കരഞ്ഞോട്ടെ സിസ്റ്ററെ. എന്നെ ഓർത്തിച്ചിരിക്കാനും കരയാനും ഒന്നും ഒരുപാട് അവസരങ്ങളൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല. കൂടുതൽ സംസാരിക്കണ്ട. എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ സംസാരിക്കാനാണ് അരുണിമേ. അരുണിമേ, നീ ഇവിടെ ഇരിക്കേ. വാ, ഇരിക്കേ. അരുണിമേ, ഇത്തവണ ഞാൻ മരിച്ചു പോകുന്ന കരുതുക. എന്താ നന്ദേട്ടാ, എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്? പക്ഷെ താഴേക്ക് വീഴുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ അങ്ങനെയാണ് കരുതിയത്. നന്ദേട്ടാ, എന്താ ശരിക്കും പറ്റിയത്? നന്ദേട്ടൻ എന്തിനാ മുകളിലേക്ക് പോയത്? എങ്ങനെയാ താഴേക്ക് വീണത്?